ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ കൊണ്ട് വീട്ടാവുന്ന കടങ്ങളല്ലേ ഉള്ളൂ അമ്മേ. ദൈവാധീനം കൊണ്ട് അതൊക്കെ നടക്കും. അമ്മ വിഷമിക്കൊന്നും വേണ്ട. സുരേഷിന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഈടായിട്ട് ഉടപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചി ദേ ഈ സാരി എടുത്ത് വെച്ചില്ല. അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, നീ വെച്ചോ. ദേ ചേച്ചി, ഡിക്റ്റേറ്റീവ് വരുന്നുണ്ട്. എന്തോ കുറ്റാന്വേഷണം കഴിഞ്ഞു വരുന്ന വഴിയാ. ഇവിടെ എന്നെ കളിയാക്കി എന്തോ ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ ചേച്ചി എന്റെ പിന്നാലെ നടന്നു ഉപദ്രവിക്കല്. അവന് കിട്ടിയ കാശൊക്കെ ഡിറ്റക്റ്റീവ് ബുക്ക് വാങ്ങി ചെലവാക്കി. ഇനി ചേച്ചി എനിക്കൊന്നും ഞാൻ അവന് കൊടുക്കണത്രേ. ചേച്ചി എന്നോട് അല്പം സ്നേഹ കൂടുതൽ കാണിക്കുന്നുണ്ട്. അസൂയ ഉണ്ടാവും, എനിക്കറിയാം. ഈ വീട്ടിൽ നടക്കുന്ന അംഗം ഇപ്പൊ നീ കണ്ടതല്ലേ? ഇവരല്ലേ എന്നെ സഹായിക്കേണ്ടത്. ദാ ഗൈഡ് വാങ്ങാനുള്ളതാ, ഡിറ്റക്റ്റീവ് ബുക്ക് വാങ്ങാനല്ല. ചേച്ചി വാക്ക് മാറരുത്. ഇക്കൊല്ലം ഞാൻ പാസ്സായ ചേച്ചി ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പാസ്സായാൽ എല്ലാ വാഗ്ദാനവും ഞാൻ പാലിക്കും. എനിക്ക് വാച്ച് വാങ്ങി തരാന്ന് പറഞ്ഞതോ അതും. പക്ഷേ രണ്ടുപേരും അമ്മ പറയുന്നത് അനുസരിക്കണം. നമ്മളത്ര പണക്കാരൊന്നുമല്ല, അത് മറക്കരുത്. ദാ കുട്ടിമാമ വരുന്നുണ്ട്. ഈ സാധനം മേലിടുന്നത് എനിക്ക് എന്നും ഒരു അസ്കിര. പിന്നെ നീ മേടിച്ചെന്നാണല്ലോ എന്ന് കരുതി അങ്ങോട്ട് പുതയ്ക്കുക. ഇറങ്ങാറായില്ലേ? പോവാൻ കുട്ടിമാമേ. എന്നാ വൈകിക്കണ്ട. നിന്റെ അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചങ്ങോട്ട് ഇറങ്ങിക്കോളൂ. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ഗൗരവബോധം ഉണ്ടാവാൻ വേണ്ടിട്ടാ. അല്ല, നിനക്കതുണ്ടെന്നറിയാം. അയാളിപ്പോ എന്താ വെച്ചാൽ ഈ പെണ്ണിങ്ങനെ രാജ്യം വിട്ട് ജീവിക്കേണ്ട ഗതി വരില്ലായിരുന്നു. സത്യം, ധർമ്മം, ദയ, നീതി ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. നാട്ടുംപുറത്തോ ഇല്ല, പിന്നെ വേണമല്ലോ നഗരത്തില്. വേഗം നടക്ക കുട്ടിയമ്മേ, വണ്ടിയുടെ സമയായി. ഒരൊറ്റ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോ അത് എങ്ങനെയാ വിശദീകരിക്കുക? നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു 100 ഇരട്ടി ജനം. അത് മതിയാവോ? മതിയാവില്ല. കുട്ടിമാമ അവിടെ പോവാത്ത സ്ഥിതിക്ക് കണക്കൂട്ടി പറഞ്ഞ് ശരിയാവില്ല. പിന്നെയും ഒരു കൊല്ലത്തെ പരിചയം എനിക്കല്ലേ ഉള്ളത്. ഓ അല്ല, ഇതാരാ അടിയോടിയോ? വരിക വരിക വരിക. ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തിരക്കില്ല വാരേ. ആ കിഴക്കത്തുള്ള ലക്ഷ്മണൻ തെങ്ങിന്ന് വീണത്രേ. കിഴക്കേ തൊഴിൽ ലക്ഷ്മണോ? ആ ചെക്കനെന്തിനാ ഇപ്പൊ തെങ്ങുമ്മ പിടിച്ചു കയറിയേ? ഒന്ന് വേഗം നടക്കൂ കുട്ടിയമ്മേ. ഓ